ഒരാത്മീയനെ തകർക്കുവാൻ വേണ്ടി പൈശാചിക മണ്ഡലം തീയമ്പിനെ എയ്യുമ്പോൾ അത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ്. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരത്തിന് കീഴിൽ ആയിരിക്കുന്നിടത്തോളം കാലം ആത്മീയനെ തകർക്കാൻ കഴിയില്ലെന്ന് പൈശാചിക മണ്ഡലത്തിന് അറിയുന്നത് കൊണ്ട് അവനെ തകർക്കുവാൻ ചില തീയമ്പുകളെ എയ്യും. ദൈവത്തിന്റെ സംരക്ഷണം തകർത്ത് കളയുക എന്നത് തന്നെയാണ് ഈ തീയമ്പുകളുടെ ലക്ഷ്യം. തീയമ്പുകൾ ഒരിക്കലും ഒരു യുദ്ധത്തിന്റെ പൂർണ്ണ രൂപമല്ല, മറിച്ച് സംരക്ഷണ ഭിത്തിയെ തകർത്ത് നമ്മുടെ അടുത്ത് വന്ന് ആക്രമിച്ച് കീഴടക്കുവാനുള്ള പിശാചിന്റെ പദ്ധതി തന്നെയാണ്. ഒരു ആത്മീയനെ തകർക്കാൻ പിശാച് ചെയ്യുന്ന ആദ്യ തീയമ്പ് സംശയം തന്നെയാണ്. ദൈവത്തോടുള്ള സംശയം, വചനത്തോടുള്ള സംശയം, വചന ചിന്തകളോടുള്ള സംശയം, ആത്മതലങ്ങളോടുള്ള സംശയം, ആത്മീയനോടുള്ള സംശയം, അഭിഷിക്തനോടുള്ള സംശയം, സഭയോടുള്ള സംശയം. ഇത്തരം സംശയങ്ങൾ ദൂരീകരിച്ച് ആത്മതലത്തിൽ വളരുന്നതിന് പകരം ഉത്തരം കിട്ടാത്ത ഉത്തരം ആഗ്രഹിക്കാത്ത ഇത്തരം സംശയങ്ങൾ പിശാച് നമ്മുടെ ഇടയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് പിശാചിന്റെ തീയമ്പ് തന്നെയാണ്. ജീവിതത്തെ കുറിച്ചുള്ള ഭയം, എന്തെന്നില്ലാത്ത ഭയം, എന്താണെന്ന് പറയാൻ കഴിയാത്ത ഭയം, ഇങ്ങനെ ജീവിതത്തിൽ ഭയം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് പിശാചിന്റെ തീയമ്പ് തന്നെയാണ്. ഇന്നലകളിലെ പരാജയത്തിന്റെ കഥകൾ ഇന്ന് പിശാച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ, ആ പരാജയത്തിന്റെ വേദനയിലേക്ക് നിന്നെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടിട്ടും പരാജയത്തിന്റെ ചിന്തകൾ നിന്നിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, നിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുവാനുള്ള പിശാചിന്റെ തീയമ്പ് തന്നെയാണ്. ഈ ആത്മയുദ്ധത്തിൽ വിജയിക്കുന്നതിനായി വിശ്വാസത്തിന്റെ പരിചയ ധരിക്കാൻ വിശുദ്ധ പൗലോസ് ജനത്തെ പ്രബോധിപ്പിക്കുകയാണ്. വിശ്വാസത്തിന്റെ പരിചയ ധരിച്ചതിനാൽ ഇനി ഒരിക്കലും പൈശാചികന്റെ തീയമ്പുകൾ എന്റെ മേൽ വരില്ല എന്നല്ല വചനം പറഞ്ഞത്, മറിച്ച് വിശ്വാസത്തിന്റെ പരിചയം ധരിച്ചാൽ പൈശാചിക മണ്ഡലം എന്തെല്ലാം തീയമ്പുകൾ എതിർത്താലും ആ തീയെ കെടുത്തുവാൻ, ആ തീയുടെ ശക്തിയെ കെടുത്തുവാൻ, ആ തീ നമ്മെ തൊടാത്ത വിധം വിശ്വാസത്തിന്റെ പരിചയക്ക് നമ്മെ സംരക്ഷിക്കാൻ കഴിയും.